ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITയുടെ അന്വേഷണം തുടക്കഘട്ടത്തിൽ ജയറാമിലേക്ക് പോയിരുന്നു. പക്ഷേ പിന്നീട് അത് ഒരിടത്തും എത്താതെ പോകുന്നതാണ് നാം കണ്ടത്. പക്ഷേ ഏറ്റവും അവസാനം ഇപ്പോൾ ED ചോദ്യം ചെയ്തിരിക്കുകയാണ്. തുടർ നടപടികൾ ഉണ്ടാകുമോ ഇനി? തീർച്ചയായിട്ടും ഉണ്ടാകും. അതാണല്ലോ ED ചോദ്യം ചെയ്തൽ കഴിഞ്ഞതിന് ശേഷം ED ഉദ്യോഗസ്ഥർ പറഞ്ഞ് എപ്പോൾ വിളിച്ചാലും ഹാജരാവണം എന്നാണ് മറുപടി കൊടുത്ത് വിട്ടിട്ടുള്ളത്. പാസ്പോർട്ട് മേടിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു നടൻ എന്നുള്ള നിലയിൽ പത്രമാധ്യമങ്ങളിലൊന്നും അത് സൂചിപ്പിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പോറ്റിയുമായി എനിക്ക് സാമ്പത്തിക ബന്ധങ്ങളില്ല. അപ്പോൾ സാധാരണ ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്നൊരു വാക്കല്ലേ ജയറാം പറഞ്ഞിരിക്കുന്നത്. ഈ ഇത്രയും സ്വർണ്ണാഭരണങ്ങളും ഉരുപ്പടിയും തങ്കവും ശബരിമലയ്ക്ക് വെച്ചത് തിരുവിതാംകൂർ രാജകുടുംബമാണ്. ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മയും അദ്ദേഹത്തിൻ്റെ ഉമയമ്മ റാണിയും മാർത്താണ്ഡവർമ്മയും. അവരുടെ വീട്ടിൽ പോലും രാജകുടുംബം മാറി ജനാധിപത്യം എന്ന ഐശ്വര്യം വരട്ടെ എന്ന് പറഞ്ഞ് ശബരിമല ധർമ്മശാസ്താവിൻ്റെ കട്ടളപ്പടിയും പലകയും മറ്റേ ചെമ്പുപ്പാളിയും വെച്ച് പൂജ നടത്തിയില്ല. ഇത്രയും സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഉണ്ണികൃഷ്ണൻ പോറ്റി പൂജ നടത്തി. ജയറാമിൻ്റെ ചെന്നൈയിലെ വീട്ടിലും പൂജ നടത്തി. ഐശ്വര്യം വരട്ടെ. അത് ചോദിച്ചപ്പോൾ പറഞ്ഞെന്താ, പോറ്റിയായിട്ട് സാമ്പത്തിക ബന്ധമില്ല, വീട്ടിൽ ഐശ്വര്യം വരട്ടെ, അതിനുവേണ്ടിയാണ് പാളി കൊണ്ടുവച്ച് പൂജ നടത്തിയത്. ഈ സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറയുന്ന ആളിൻ്റെ അവിടെ കൊണ്ടുപോയി പൂജ കഴിഞ്ഞിട്ടാണ് പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുപോയത്. അപ്പോൾ യാതൊരുവിധ സാമ്പത്തികവും കൊടുക്കാതെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പൂജ ചെയ്ത് കൊടുക്കുമോ ജയറാമിൻ്റെ വീട്ടിൽ? അത് ഇപ്പോൾ എത്ര പത്രത്തിൽ വന്നത് ജയറാമിൻ്റെ വീടാണ്. വേറെ ഒരുപാട് സിനിമാക്കാരുടെ വീടുകളിൽ കൊണ്ടുപോയിട്ടുണ്ട്, വ്യവസായികളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ചോദ്യം ചെയ്തലിൽ എന്ത് ശുദ്ധമായ വാസ്തവവിരുദ്ധമായ കാര്യമാണ് മൊഴി ജയറാം കൊടുത്തിരിക്കുന്നത്. സാധാരണ ബാക്കി ഭക്തജനങ്ങളെ കബളിപ്പിക്കുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എനിക്ക് സാമ്പത്തിക ബന്ധമില്ല. അപ്പോൾ ഈ ഒരു ചോദ്യം തുടക്കത്തിൽ SITയുടെ അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അവർ പിടികൂടിയിട്ടില്ലല്ലോ. പിടികൂടിയിട്ടില്ല എങ്കിലും ഈ ഇത്രയും ഒരു നന്നാക്കാൻ കൊണ്ടുപോയത് ഒരു നടൻ്റെ വീട്ടിൽ വെച്ച് പൂജ ചെയ്യാൻ വേണ്ടി ദേവസ്വം ബോർഡ് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. ഒരു നടൻ്റെ വീട്ടിൽ കൊണ്ടുപോകാനല്ലല്ലോ. ഇതിനകത്ത് ചെറിയ പാളിച്ചകളുണ്ട്. അതിൻ്റെ പണി ചെയ്ത് വീണ്ടും സ്വർണം പൂശുവാനാണ് സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈ കൊണ്ടുപോയിട്ടുള്ളത്. അവിടുന്ന് അത് ക്ലീൻ ചെയ്യുവാൻ വേണ്ടിയാണ് കർണാടകത്തിൽ കൊണ്ടുപോകുന്നത്, ബെല്ലാരിയിൽ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ജയറാമിൻ്റെ വീട്ടിൽ പോയ എന്തിന്? അപ്പോൾ ജയറാം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സാമ്പത്തികം കൊടുക്കാതെ ഇത്രയും വലിയ സ്വർണ്ണങ്ങളും തങ്കങ്ങളുമുള്ള പാളിയും കട്ടളയും കണ്ടിട്ടില്ലേ പടങ്ങളിൽ, വാർത്താമാധ്യമങ്ങളിൽ, ചില ചാനലുകളിൽ, സോഷ്യൽ മീഡിയകളിൽ വ്യക്തമായിട്ട് ധർമ്മശാസ്താവിൻ്റെ ചെറിയ കതക്, ചെറിയ വാതിൽ. അപ്പോൾ ഒരു സാധനം ഉരുക്കി നേരെയാക്കി വീണ്ടും സ്വർണം പൂശി തിരിച്ച് പണിക്ക് വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുപോയ സാധനം നടൻ്റെ വീട്ടിൽ എന്തിനു കൊണ്ടുപോയി? അപ്പോൾ അത് അരിയാഹാരം കഴിക്കുന്ന മലയാളി ഭക്തരെയും ഹൈന്ദവ വിശ്വാസികളെയും വെല്ലുവിളിയല്ലേ ജയറാം നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇദ്ദേഹം എന്തോ ED ചോദ്യം ചെയ്തതുപോലെ. അതെ, അദ്ദേഹം വളരെ ലാഘവത്തോടുകൂടി ഇറങ്ങിപ്പോവാണ്. അളിയൻ്റെ വീട്ടിൽ സംബന്ധം ആലോചിച്ചിട്ട് പോയി ഇറങ്ങിപ്പോകുന്ന രീതിയിലാണ് ED ഓഫീസിൽ പോയിട്ട് ചിരിച്ച് മാധ്യമങ്ങൾ. ഇത് സാധാരണ വേറെ ഏതെങ്കിലും ഒരു വ്യവസായിയെ വല്ലതും ആയിരുന്നെങ്കിൽ മാധ്യമങ്ങൾ എങ്ങനെ തന്നെ കിണ്ടി ചോദിച്ച് എടുത്ത് ഹരാസ്മെൻറ്റ് പത്ര ചോദ്യങ്ങളായിരുന്നത്. ജയറാം ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉദ്ഘാടന പരിപാടിക്ക് വിളിച്ചാൽ ചെല്ലണതോ ബാക്കിയുള്ള കാര്യങ്ങളോ വെച്ചായിരിക്കും. ജയറാമിൻ്റെ കൂടി വലിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. അല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു വിശ്വാസമുണ്ടെങ്കിൽ താൻ തെറ്റുകൾ ചെയ്തിട്ടില്ലെന്ന് വിശ്വാസമുണ്ടെങ്കിൽ അങ്ങനെ പ്രതികരിക്കാമല്ലോ. അങ്ങനെ പ്രതികരിക്കാൻ പറ്റുകയൊന്നുമില്ലല്ലോ. ഇദ്ദേഹം അഥവാ പോറ്റി തന്നെ പറഞ്ഞു, ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുകയാണ്, ഞാൻ ഐശ്വര്യം വരും, പൂജ ചെയ്യാം. ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ശബരിമലയെ വരെയില്ലേ? ഏത് ക്ഷേത്രത്തിൽ പോയാലും അങ്ങനെ ചെണ്ടയെടുത്ത് കൊട്ടയല്ലേ? അപ്പോൾ ഇങ്ങനെ ചെണ്ടയെടുത്ത് കൊട്ടുന്ന ഒരാൾ ശാസ്താവിൻ്റെ വാതിലും കട്ടളയും വച്ചാൽ മാത്രമേ ഐശ്വര്യം വരണം എന്നുള്ളതിൻ്റെ എന്ത് വിശ്വാസം? അപ്പോൾ അത് അവിടുത്തെ വിശ്വാസ ജനങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ജയറാം പെരുമാറിയത്. അപ്പോൾ ഇത്രയോ കോടാനുകോടി ജനത അവിടെ വരുന്നു. ഏതെങ്കിലും വീടുകളിൽ കൊണ്ടുപോയി വച്ചിട്ടുണ്ടോ? അപ്പോൾ ഇദ്ദേഹത്തിന് പ്രത്യേക ഒരു പരിഗണന ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുണ്ട്. അത് ചുമ്മാ സാമ്പത്തിക ഇടപാട് മാത്രമല്ല, എന്തോ ഇടപാട് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ഇദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് EDയുടെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുള്ളത്. എപ്പോൾ അദ്ദേഹം
എങ്കിൽ പിന്നെ റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? സംസ്ഥാന സർക്കാരിലും കേന്ദ്ര സർക്കാരിലും സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് ജയറാം. അതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെടുമോ? ഇഡിയും കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്നതാണല്ലോ. എങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഒക്കെ അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലാണ് എങ്കിൽ ഇവിടുത്തെ അന്വേഷണ ഏജൻസികളെ നമ്മളെ പബ്ലിക് ജനതയ്ക്ക് വിശ്വാസമില്ലാതെ വരും. ഒന്ന്, അദ്ദേഹം നിലവിൽ SIT വിശ്വാസമുണ്ട്. SIT വിശ്വാസം എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് പറയുന്ന കേട്ടേ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവർത്തിക്കാൻ ഒക്കുള്ളൂ. അതുകൊണ്ടാണല്ലോ ലാഗ് ചെയ്ത് 90 ദിവസം ഫയല് ബഹുമാനപ്പെട്ട 2 ജഡ്ജിമാർ ഹൈക്കോടതി ചോദിച്ചിട്ട് അവർ ഫയൽ സബ്മിറ്റ് ചെയ്യാതും FIR കൊടുക്കാത്തതും. അതുകൊണ്ടാണല്ലോ ഇന്നും നമ്മുടെ തന്ത്രി അദ്ദേഹം രക്ഷപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ 90 ദിവസം കഴിയുമ്പോൾ ഇന്ത്യൻ നിയമം അനുസരിച്ച് അവർ ഗവൺമെൻറ്റോ പബ്ലിക് പ്രോസിക്യൂട്ടർക്കോ ഗവൺമെൻറ്റുമായിട്ട് ഉള്ള ഇടപാടുകൾ കോടതിയെ ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഫയൽ സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പരിധിയില്ല ജയിലിനകത്ത് കിടക്കണേന്. അതുകൊണ്ട് അവരിറങ്ങിപ്പോകും. അതാണ് ഇവിടെ. അപ്പോൾ അത്തരം ജയിലിൽ ഇറങ്ങിപ്പോകാൻ ഫയലുകൾ പതുക്കെ കൊടുത്താൽ മതിയെന്ന് ആഭ്യന്തര വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരും അത് നിയന്ത്രിക്കുന്ന സർക്കാരും ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കും. നിങ്ങൾ പതുക്കെ ലാഗ് ചെയ്ത് പോയാൽ മതി, അവരിറങ്ങട്ടെ. അപ്പോൾ ഇത് സംഭവം ഇപ്പോൾ ഓരോന്ന് ഇറങ്ങുന്നത് എന്താണ്? അസംബ്ലി തിരഞ്ഞെടുപ്പ് എത്താറായതുകൊണ്ടാണ് ഓരോരുത്തരായിട്ട് വെളിയിറങ്ങുന്നത്. അപ്പോൾ ജയറാമിനെ സംബന്ധിച്ച്, ജയറാം എന്ന് പറയുന്ന വ്യക്തി ശബരിമലയെ ബന്ധമായിട്ട് ഒരു ആക്ടർ, നടൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഒരു രാജകുടുംബത്തിലെ ആളല്ല, ശബരിമലയുടെ തന്ത്രി കുടുംബത്തിൽ വരുന്ന ആളല്ല, അത്രയ്ക്ക് ഇന്ത്യയിൽ അറിയപ്പെടുന്നൊരു പോപ്പുലറല്ല. പിന്നെ എന്തിനീ കട്ടളപ്പടിയും പലകയും അവിടെ വച്ച് പൂജ ചെയ്തു? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സാമ്പത്തികപരമായിട്ട് ഇടപാടില്ല. എനിക്ക് പിന്നെ റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, എനിക്ക് ഹൈദരാബാദിൽ പോകണം. അത് ജയറാമിനെ പോലുള്ള ഒരു നടൻ തെറ്റ് ചെയ്തതായി അങ്ങനെ പൊതുസമൂഹം വിശ്വസിക്കാറില്ലല്ലോ. വിശ്വസിക്കാറില്ല. പക്ഷേ സംഭവം നമ്മളെ വീടുണ്ടല്ലോ, നമ്മളെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്ന് പറഞ്ഞാൽ ഈ കട്ടളപ്പടിയും വാതിലും കൊണ്ടുവച്ച് പൂജ ചെയ്ത് തരുമോ? അപ്പോൾ അത് അവരാവശ്യപ്പെടുന്ന രൂപ കൊടുത്താലല്ലേ വരുള്ളൂ. അത് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ബന്ധം നിസ്സാരമായിട്ടുള്ളൊരു ബന്ധം മാത്രമല്ല. സാമ്പത്തികം കൊടുക്കാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ അവിടെയും പൂജ ചെയ്യുവാൻ പോവുകയില്ല. അതിന് വ്യക്തമായിട്ട് പുളിമാത്ത് പോയിട്ട് ചായക്കടയിൽ ചായ കുടിച്ചിട്ട്, സാധാരണ ഒരു ചായയും കടിയും കുടിച്ചിട്ട് പുളിമാത്ത് പോയിട്ട് ഒരു കടക്കാരൻ്റെ ചോദിച്ചാൽ മതി, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വഭാവവും കാര്യങ്ങളും അറിയാം. അദ്ദേഹം പലരെയും നിന്നും ചിട്ടിപ്പൈസ കൊടുത്ത് വസ്തുക്കൾ പ്രമാണം ചെയ്ത് വാങ്ങിച്ചൊരു വ്യക്തിയാണ്. അവിടെ എത്രയോ കേസുകൾ അവിടെ പല ആൾക്കാരില്ലേ. അടുത്ത കാലത്ത് ഞാനൊരു പാലുകാച്ചിന് പോയപ്പോൾ അറിയാൻ കഴിഞ്ഞതാണ്. പല സാമ്പത്തികം ഇല്ലാത്ത ആൾക്കാർക്ക് പൈസ കൊടുക്കുമ്പോൾ വൻ എമൗണ്ടുകൾ കൊടുക്കും, അവരുടെ വസ്തു പ്രമാണം ചെയ്ത് കൊടുക്കും ഒരു എഗ്രിമെൻ്റ് അനുസരിച്ച്. അവസാനം പൈസ അടയ്ക്കാൻ പറ്റുന്നില്ല, ഇദ്ദേഹത്തിൻ്റെ പേരിൽ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് രജിസ്റ്റർ ചെയ്തെടുക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു വ്യക്തി ശബരിമലയ്ക്കകത്ത് കയറ്റിയതാരാണ്? അപ്പോൾ ഈ തന്ത്രിയായിട്ടുള്ള ബന്ധം, സർക്കാരുമായിട്ടുള്ള ബന്ധം, അങ്ങനെ എല്ലാ അവിടെ വരുന്ന എല്ലാ VIP-കളുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സാമ്പത്തികപരമായിട്ട് യാതൊരു ബന്ധമില്ല. എനിക്ക് ഫ്രീ ആയിട്ട് പൂജ ചെയ്തു തന്നെന്ന് ജയറാം സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടോ? അതുകൊണ്ട് ഇനിയും വിളിക്കും, വരണം എന്ന് പറഞ്ഞ് ഹൈദരാബാദിൽ പോകണമെന്നുള്ള റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് അദ്ദേഹം പുറത്തിറങ്ങിയത്. അദ്ദേഹം പുറത്തിറങ്ങിയ ബോഡി ഭാഷയും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ നമുക്കറിയാം തെറ്റൊന്നും ചെയ്തില്ല എന്നുള്ള രീതിയിൽ പുറത്തു വന്നതാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ വിളിക്കും, ചോദ്യം ചെയ്യും. സത്യം പുറത്തു വരത് തന്നെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.